കട്ടപ്പനയിൽ ആത്മഹത്യ ചെയ്ത നിക്ഷേപകൻ സാബുവിന്റെ കുടുംബത്തിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തുന്നു. കട്ടപ്പന സിഐയുടെ നേതൃത്വത്തിലാണ് മൊഴിയെടുക്കുന്നത്. ഇടുക്കിയിൽ നിന്നും ആൽവിൻ തോമസ് ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ആൽവിൻ, സാബുവിന്റെ മരണത്തിന് പിന്നാലെ ഒരുപാട് വെളിപ്പെടുത്തലുകൾ, ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ കുടുംബത്തിന്റെ മൊഴി ഏതു രീതിയിലാണ് രേഖപ്പെടുത്തുന്നത്? സ്വാതി, ഏതാണ്ട് 11:15 മണിയോടുകൂടിയാണ് പോലീസ് കട്ടപ്പനയിലെ സാബുവിന്റെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തുന്നത്. സാബുവിന്റെ ഭാര്യയുടെയും അതോടൊപ്പം തന്നെ മക്കളുടെയും അതോടൊപ്പം തന്നെ സാബുവിന്റെ സഹോദരങ്ങളുടെയും മൊഴി രേഖപ്പെടുത്തുമെന്നുള്ളതാണ് നമുക്കറിയുന്നത്. ബന്ധുക്കളുടെയും മൊഴി രേഖപ്പെടുത്തുമെന്നുള്ളതാണ് അറിയുന്നത്. വിശദമായി മൊഴി രേഖപ്പെടുത്തിയ ശേഷം അതും തുടർ നടപടികൾ പോലീസ് സ്വീകരിക്കുക എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇന്ന് രാവിലെ UDF-ന്റെ ചില നേതാക്കൾ ചില വിമർശനം ഉന്നയിച്ചിരുന്നു. പോലീസ് ഇതിനകത്ത് ഒളിച്ചു കളിക്കുകയാണെന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് ആ സമയത്ത് തന്നെയാണ് പോലീസ് ഇവിടെ എത്തുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. സാബുവിന്റെ സംസ്കാരവും ഇന്ന് തന്നെ നടത്താൻ ബന്ധുക്കൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് 3:30-നാണ് 3:30-ക്ക് കട്ടപ്പന സെന്റ് ജോർജ് പള്ളിയിലാണ് സാബുവിന്റെ സംസ്കാര നടപടികൾ നടക്കുക എന്നുള്ളത് ബന്ധുക്കൾ അറിയിക്കുന്നുണ്ട്. 1 മണിയോടുകൂടി മൃതദേഹം കട്ടപ്പനയിലെ വീട്ടിലെത്തിക്കും എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ കട്ടപ്പനയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലാണ് മൃതദേഹം ഉള്ളത്. അവിടെ നിന്ന് 1 മണിയോടുകൂടി വീട്ടിലെത്തിക്കുകയും തുടർന്ന് 3:30 മണിയോടുകൂടി സംസ്കാര നടപടികൾ നടത്തും എന്നുള്ളതാണ് സാബുവിന്റെ കുടുംബം അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ മൊഴി രേഖപ്പെടുത്തുന്നത് വിശദമായി തന്നെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. കാര്യം വലിയ ആരോപണങ്ങൾ അല്ലെങ്കിൽ ഈ സാബു നേരത്തെ പല വിഷയങ്ങളിൽ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ സാബുവിന്റെ ആത്മഹത്യക്കുറിപ്പിൽ പറഞ്ഞതുപോലെ സാബുവിന്റെ ഫോണിൽ വന്ന ശബ്ദരേഖയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെയും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അറിയാം. കാര്യം സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പ്രതികരണം നമുക്ക് മനസ്സിലാവുകയുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ മരണത്തിന് തൊട്ട് മുമ്പത്തെ ദിവസം ഈ വിഷയങ്ങളൊക്കെയും ഭാര്യയോട് ഫോണിൽ സംസാരിച്ചിരുന്നു. ഭാര്യ മേരിക്കുട്ടി എന്ന ആശുപത്രിയിൽ കഴിയുന്ന സമയത്തായിരുന്നു സാബു ഫോണിൽ ഈ വിഷയങ്ങൾ സംസാരിച്ചത്. വളരെ കൃത്യമായി ഈ കാര്യങ്ങളൊക്കെയും സാബുവിന്റെ ഭാര്യയോട് സാബു പറഞ്ഞിട്ടുണ്ട്. ബാങ്കിൽ ചെന്ന സംഭവങ്ങൾ വികാസങ്ങളും അതോടൊപ്പം തന്നെ പണം ചോദിച്ചപ്പോൾ അപമാനിതനായി ഇറങ്ങിപ്പോരേണ്ട സാഹചര്യം ഒക്കെയും വലിയ മനോവിഷമത്തിലാണ് അദ്ദേഹം മേരിക്കുട്ടിയോട് കാര്യങ്ങൾ ഫോണിൽ അവതരിപ്പിച്ചത്. ഇതൊക്കെയും മേരിക്കുട്ടിക്ക് വളരെ കൃത്യമായി തന്നെ അറിയാം. ഈ വിഷയങ്ങളൊക്കെയും വിശദമായി തന്നെ മൊഴി രേഖപ്പെടുത്തുമെന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇന്ന് പോലീസ് എത്തി ഈ മൊഴി രേഖപ്പെടുത്തുന്ന നടപടികൾ സ്വീകരിക്കുന്നത്. ഇതിനുശേഷം തുടർന്ന് മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യതയും ഇപ്പോഴുണ്ട്. അത്തരമൊരു കേസ് രജിസ്റ്റർ ചെയ്യണമെന്നുള്ള ആവശ്യം കൂടിയാണ് കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള നടപടിയാണ് പോലീസ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതിൽ പോലീസ് ഒളിച്ചുകളി നടത്തുന്നു എന്നുള്ള വിമർശനമാണ് കോൺഗ്രസും BJP അടക്കമുള്ള മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചിട്ടുള്ളത്. സ്വാതി, ആൽവിൻ, കഴിഞ്ഞ ദിവസം ഈ ഒരു മരണമുണ്ടായതിനു പിന്നാലെ നാട്ടുകാർ വലിയ തരത്തിലുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. പ്രതികളെ പിടികൂടണം, ഈ സാബുവിന്റെ സംസ്കാരം നടക്കുന്നതിന് മുമ്പ് തന്നെ പ്രതികളെ പിടികൂടണം എന്നുള്ളത്. ഇന്നിപ്പോൾ സംസ്കാരം നടക്കുന്നു എന്നറിയുന്നു. നാട്ടുകാർ ഏത് രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ പ്രതികരിക്കുന്നത്? അതുപോലെ തന്നെ രാവിലെ വന്ന ശബ്ദ സന്ദേശമൊക്കെ പോലീസ് ഏത് രീതിയിലാണ് പരിശോധിക്കുന്നത്? വളരെ വിശദമായി തന്നെ പോലീസ് ഈ മൊഴി രേഖപ്പെടുത്തുമ്പോൾ അതിൽ ഈ പറഞ്ഞിരിക്കുന്ന ആളുകൾ, അതായത് ഈ ആത്മഹത്യക്കുറിപ്പിൽ 3 പേരുടെ പേരുകളാണ് പറഞ്ഞിരുന്നത്. ബാങ്ക് സെക്രട്ടറി റെജി, അതോടൊപ്പം തന്നെ മറ്റ് ജീവനക്കാരായ ബിനോയ്, സുജ എന്നിവരുടെ പേരുകളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ ബിനോയ് എന്നയാൾ ബാങ്കിൽ പണം ചോദിച്ച് സാബു എത്തിയപ്പോൾ അദ്ദേഹത്തെ പിടിച്ച് തള്ളിയതായും അദ്ദേഹം ഈ ഫോൺ സംഭാഷണത്തിൽ പറയുന്നുണ്ട്. ഈ ഫോൺ സംഭാഷണം പറഞ്ഞ് അല്ലെങ്കിൽ ഈ വിഷയങ്ങൾ പറയാനായി അദ്ദേഹം വിളിച്ചത് ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് VR സജിയാണ്. VR സജിയോട് ഈ വിഷയങ്ങൾ പറയുമ്പോഴാണ് VR സജി എന്നയാൾ വലിയ തോതിലുള്ള ഭീഷണി മുഴക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ ഭീഷണിയിൽ മനം നൊന്താണ് സാബു ഈ ഭീഷണിയിൽ മനം നൊന്നും അതോടൊപ്പം തന്നെ ഈ പണം ലഭിക്കാത്തതിന്റെ കൂടി അവസ്ഥയിലാണ് ഈ സാബു ഈ ജീവനെടുക്കുന്ന നിലയിലേക്ക് പോയത് എന്നുള്ളതാണ് കുടുംബവും പറയുന്നത്. സാബുവിന്റെ ഭാര്യയും ഇന്ന് രാവിലെ അത്തരത്തിലുള്ള പ്രതികരണം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബാങ്ക് ഇടപാടുകൾ മുമ്പും നടത്തിയിരുന്നത് സാബുവിന്റെ ഭാര്യയാണ്. അതുകൊണ്ട് തന്നെ പലതവണ ഭാര്യ പണം ചോദിച്ച് ബാങ്കിൽ എത്തുന്ന അവസ്ഥയുണ്ടായിരുന്നു. ബാങ്കിൽ പണം ചോദിച്ചെത്തുമ്പോൾ അത് നൽകാതെ വലിയ തോതിൽ അപമാനിക്കുന്ന തരത്തിലുള്ള സംസാരങ്ങൾ പോലും ബാങ്ക് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളത് അല്പം മുമ്പ് മേരിക്കുട്ടിയുടെ പ്രതികരണത്തിലും അത് അവർ പറഞ്ഞിരുന്നു. ഇതൊക്കെയും വിശദമായി തന്നെ മൊഴി രേഖപ്പെടുത്തും എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ സാബുവിന് അറിയാവുന്ന കാര്യങ്ങളൊക്കെ മുഴുവനായും മേരിക്കുട്ടിയോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മേരിക്കുട്ടി ഈ വിഷയങ്ങളെല്ലാം പോലീസിനോട് പറയും. അതിനുശേഷം മക്കളുടെയും 2 ആൺകുട്ടികളാണുള്ളത്, മക്കളുടെയും അതോടൊപ്പം തന്നെ ബന്ധുക്കളായ സണ്ണിയുടെയും സഹോദരന്റെയും മൊഴി എടുക്കും
എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു പുതിയ കേസ് എന്ന നിലയിൽ ഇത് രജിസ്റ്റർ ചെയ്യും എന്ന തരത്തിൽ പോലീസ് ഒരു ഉറപ്പ് UDF-നും അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടി BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളോടും നൽകിയിട്ടുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അവർ കുടുംബത്തോട് സംസാരിക്കുകയും അങ്ങനെയാണ് ഇന്ന് സംസ്കാരം നടത്താനായിട്ട് അവർ തീരുമാനിക്കുകയും ചെയ്തത്. കേസ് രജിസ്റ്റർ ചെയ്ത് കുറ്റക്കാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും, മറ്റൊരാൾക്കും ഈ ഗതി ഉണ്ടാകരുത് എന്നുള്ള തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് കുടുംബത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതിൽ പോലീസ് ഇപ്പോൾ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നു. മൊഴി രേഖപ്പെടുത്തുകയാണ് വളരെ വിശദമായി തന്നെ. ആ മൊഴി രേഖപ്പെടുത്തിയ ശേഷം തുടർ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകുമെന്നുള്ള ഉറപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ ഇന്ന് സാബുവിന്റെ സംസ്കാരം നടത്തുന്നതിന് കുടുംബം തയ്യാറായിട്ടുള്ളത്. സ്വാതി. അതെ അൽവിൻ, എന്തായാലും ഇന്ന് സാബുവിൻ്റെ സംസ്കാരം നടത്തും. പോലീസ് കുടുംബത്തിലുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തുകയാണ്. സാബുവിൻ്റെ മരണത്തിൽ ഇപ്പോൾ പ്രതിക്കൂട്ടിലായിരിക്കുന്നത് CPIM ആണ്. സാബുവിനെ CPIM കട്ടപ്പന മുൻ ഏരിയ സെക്രട്ടറി VR സജി ഭീഷണിപ്പെടുത്തുന്ന ഫോൺ സന്ദേശം പുറത്തു വന്നു. പണം ചോദിച്ചെത്തിയപ്പോൾ ബാങ്ക് ജീവനക്കാരൻ ബിനോയ് പിടിച്ചു തള്ളിയെന്ന് ആത്മഹത്യ ചെയ്ത സാബു സജിയോട് പറയുന്നുണ്ട്. നിങ്ങൾ വിഷയം മാറ്റാൻ നോക്കേണ്ടെന്നും അടി വാങ്ങിക്കേണ്ട സമയം കഴിഞ്ഞെന്നൊക്കെയാണ് സജിയുടെ ഭീഷണി. എന്റെ സഹാബേ, വിഷയമൊന്നും മാറ്റണ്ട, നിങ്ങളെ നമ്മൾ അറിഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്നതാണ്. നിങ്ങൾ അടി മേടിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുക. എന്റെ പൊന്നു സഹായം എന്നെ വേണമെങ്കിൽ കൊന്നു. നിങ്ങൾക്ക് പണി അറിയത്തില്ല കേട്ടോ. സത്യം പണി മനസ്സിലാക്കി തരാം. എനിക്ക് സത്യമാണ് ഇങ്ങനത്തെ പരിപാടി പണി മനസ്സിലാക്കി തരാം. എന്റെ സഹാബേ